ഹലോ ഒരുവൺ, എല്ലാവർക്കും EasyLB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സുകളാണ് കേട്ടോ. നമ്മുടെ ഈ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ MCQ ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറയില്ല, അതിൻ്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി പോകുന്ന കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വീക്കിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് ചോദ്യം മനസ്സിലാക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം 59 ഗോളുകൾ എത്തിയ താരം ആരാണ് എന്നുള്ളതാണ്. അല്ലേ, ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 59 ഗോളുകൾ എന്താണ്, റൊണാൾഡോയോടൊപ്പം ഈ പറഞ്ഞ 59 ഗോളുകൾ എത്തിയ താരം ആരാണ് എന്നുള്ളതാണ്. ആരായിരിക്കും? ആരാണത്? എംബാപ്പയാണ് അല്ലേ. ആരാണത്? കിലിയൻ എംബാപ്പയാണ് അല്ലേ, നമ്മുടെ എംബാപ്പയാണ് ഒരു കലണ്ടർ വർഷത്തിൽ 59 അല്ലെ ഈ പറയുന്ന ഗോളുകൾ നേടിയിട്ട് ഈ പറയുന്ന റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, തൊട്ട് മുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് ആർക്കാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ തന്നെ ആർക്കും ഈ പറയുന്ന ഗോൾ എന്തുണ്ട്, ഈ റെക്കോർഡ് ഉണ്ട്. ഇപ്പൊ എംബാപ്പയ്ക്ക് ഈ പറയുന്ന റെക്കോർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന 59 ഗോൾ എന്ന് പറയുന്നത് 60 ആക്കാനൊന്നും സാധിച്ചിരുന്നില്ല അല്ലേ. ഇത് ഈ ഒരു വർഷത്തോടെ ഈ പറയുന്ന കളി അവസാനിച്ചത് കൊണ്ട് തന്നെ എന്താണ്, ഈ വർഷം അദ്ദേഹത്തിന് ഈ പറയുന്ന 59 ഗോൾ എന്നുള്ള രീതിയിൽ 60 ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരം ആരാണത്? കിലിയൻ എംബാപ്പയാണ് അല്ലെ. ആരാണത്? കിലിയൻ എംബാപ്പയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയാലോ. മാംഗോ, അവക്കാഡോ എന്നീ പേരുകളിൽ പുതിയ AI മോഡലുകൾ അവതരിപ്പിച്ച ടെക് കമ്പനി ഏതാണെന്നുള്ളതാണ് അല്ലേ. എന്താണ്? മാംഗോ, അവക്കാഡോ എന്നീ പേരുകളിൽ പുതിയ AI മോഡലുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടെക് കമ്പനി ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ഗൂഗിൾ ആണോ, മെറ്റയാണോ, മൈക്രോസോഫ്റ്റ് ആണോ, ആപ്പിൾ ആണോ എന്നുള്ളതാണ് അല്ലേ. മാംഗോ, അവക്കാഡോ എന്നീ പേരുകളിൽ പുതിയ AI മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടെക് കമ്പനി ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കും ആ ടെക് കമ്പനി അല്ലേ? ഇതാണ് ഈ പറയുന്ന മെറ്റയാണ് അല്ലേ, നമ്മുടെ സ്വന്തം മെറ്റയാണ് ആണല്ലോ. നിങ്ങൾക്കറിയാം മെറ്റ അടുത്തിടെ ഒരു കമ്പനി അങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു കമ്പനിയും അതേപോലെ തന്നെ ഒരു എഞ്ചിനീയർ അങ്ങ് ഇത് പുള്ളി ഇങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആരെയാണ് മേടിച്ചത്? അലക്സാണ്ടർ വാങ്ങിനെയാണ് പുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അലക്സാണ്ടർ വാങ്ങിന്റെ സ്കെയിൽ AI അല്ലെ, സ്കെയിൽ AI എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മെറ്റയിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ഏറ്റവും പ്രഗത്ഭമായിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന സ്കെയിൽ AI എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, മെറ്റയോട് കൂടി പ്രവർത്തിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പറയുന്ന ഓപ്പൺ AIയും അതേപോലെ തന്നെ നമ്മുടെ ജെമിനിയൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ കടത്തിവിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ മാംഗോയും അതേപോലെ അവക്കാഡോ എന്നീ പേരുകളിലെ പുതിയ AI മോഡലുകൾ എന്ത് ചെയ്യുന്നത്, വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം മാംഗോ, അവക്കാഡോ എന്നീ പേരുകളിൽ പുതിയ AI മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടെക് കമ്പനി ഏതാണത്? മെറ്റയാണ്. ഏതാണത്? മെറ്റയാണ്. അലക്സാണ്ടർ വാങ്ങിന്റെ മെറ്റ. ഓക്കെ, മെറ്റല്ലേ? അലക്സാണ്ടർ വാങ്ങിന്റെ അല്ല കേട്ടോ മെറ്റ, സക്കർബർഗിന്റെ ആണ് മെറ്റ. പക്ഷേ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, മെറ്റ നടത്തിക്കൊണ്ട് പോകുന്ന ഇപ്പോൾ ആരാണ്? ഇപ്പൊ അലക്സാണ്ടർ വാങ് ആണ് അല്ലെ, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരം ആരാണ് എന്നുള്ളതാണ് അല്ലേ. അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന രാജ്യത്ത് തന്നെ ആദ്യത്തെ യോഗാസന കായിക താരം ആരാണ് എന്നുള്ളതാണ്. ആരാണത്? ആരതി പാലാണോ, ഹർദിക് സിംഗ് ആണോ, ദിവ്യ ദേശ്മുഖ് ആണോ, പ്രീതി കുമാരി ആണോ എന്നുള്ളതാണ്. ആരായിരിക്കാം? ആരതി പാലാണ് കേട്ടോ. ആരാണത്? ശരിയായിട്ടുള്ള ഉത്തരം ആരതി പാലാണ്. ഓർത്തിരിക്കുക, എന്താണ്? ആരതി പാലാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം ആരതി പാലാണ് കേട്ടോ. അപ്പോൾ അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരം ആരാണത്? ആരതി പാലാണ്. ഓക്കെ, ആണ് ആരതി പാലാണ്. ആരതി പാൽ ഒരു യോഗാസന അത്ലറ്റ് ആണ്. ഓക്കെ, യോഗാസന അത്ലറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? 2025 ഡിസംബറിൽ ഇന്ത്യയിൽ മെട്രോ റെയിൽ സർവീസ് ആരംഭിക്കുന്ന 26ാമത്തെ നഗരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏതാണ് എന്നുള്ളതാണ് അല്ലേ. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ മെട്രോ സർവീസ് ആരംഭിക്കുന്ന 26ാമത്തെ നഗരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏതാണ് നഗരം എന്നുള്ളതാണ് അല്ലേ. ഇൻഡോർ, ഭോപ്പാല്, ലക്നൗ, പൂനെ അല്ലെ. ഇൻഡോർ, ഭോപ്പാൽ, ലക്നൗ, പൂനെ 4 നഗരങ്ങൾ അവിടെ കാണും. ഏതായിരിക്കാം? ഭോപ്പാലാണല്ലേ ശരിയായിട്ടുള്ള ഉത്തരം. ഏതല്ലേ? ഏതാണ്? ഭോപ്പാലാണ്. നമ്മൾ ഈ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2017 കൊച്ചി മെട്രോ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. കൊച്ചി മെട്രോ വന്നിട്ടുണ്ടായിരുന്നത്
1984 എന്ത് ചെയ്യുന്നത് കൊൽക്കട്ടയിൽ രാജ്യത്തെ ആദ്യത്തെ അല്ലെ കൊൽക്കട്ടയിലാണ് ഈ പറഞ്ഞ രാജ്യത്തെ ആദ്യ മെട്രോ വരുന്നത് അല്ലെ രാജ്യത്ത് തന്നെ ആദ്യ മെട്രോ വരുന്നത് 1984 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം 2025 ഡിസംബറിൽ ഇന്ത്യയിലെ മെട്രോ റെയിൽ സർവീസ് ആരംഭിക്കുന്ന 26ാമത്തെ നഗരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഭോപ്പാലാണ് അല്ലെ. ഏതാണത് ഭോപ്പാലാണ്. 2017 കൊച്ചി മെട്രോ വരുന്നത്. 1984 ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് ചെയ്യുന്നത് മെട്രോ കൊൽക്കട്ടയിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. പണ്ട് കാലങ്ങളിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു കൊൽക്കട്ട അല്ലെ. നമ്മൾ ഇന്ന് കാണുന്ന സ്ഥലമല്ലായിരുന്നു കൊൽക്കട്ട, ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പിൽക്കാലത്താണ് എന്ത് ചെയ്യുന്നത് ഇന്ന് കാണുന്ന ഒരു ബംഗാളിന്റെ കൊൽക്കട്ടയായിട്ട് എന്ത് ചെയ്യുന്നത് പിൽക്കാലത്ത് മാറുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആദ്യകാല മെട്രോ സിറ്റികളൊന്നാണ് ഈ കൊൽക്കട്ട അല്ലെ. അടുത്ത് നോക്കിയാലോ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? സമുദ്ര പഹരേദാർ, അതേപോലെ തന്നെ വിക്രാന്ത്, സമുദ്ര പ്രഹരി, സമുദ്ര പ്രതാപ്. ഏതായിരിക്കാം കമന്റ് ചെയ്യണം. ഏതായിരിക്കും? സമുദ്ര പ്രതാപ അല്ലെ. ഏതാണത്? സമുദ്ര പ്രതാപാണ് എന്ത് ചെയ്യും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആണല്ലോ. എവിടെയാണ് നിർമ്മിച്ചത്? ഗോവൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഗോവൻ ഷിപ്പ്യാർഡിലാണ് എന്ത് ചെയ്യുന്നത് നിർമ്മിച്ചിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. പ്രധാനമായിട്ട് നമ്മൾ അന്ന് പറഞ്ഞു മാരിടൈം സെക്യൂരിറ്റിയിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ഈ പറയുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് ആണല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ അത് സമുദ്രപ്രതാപാണ്. ഓക്കെ, സമുദ്രപ്രതാപാണ്. ഗോവൻ ഷിപ്പ്യാർഡിലാണ് എന്ത് ചെയ്യുന്നത് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആണല്ലോ. അടുത്ത് നോക്കിയേ, എന്താണത്? ഇന്ത്യൻ നാവികസേനയിലെ 40 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന അന്തർവാഹിനി ഏതാണ് എന്നുള്ളതാണ് അല്ലെ. എന്താണ്? ഇന്ത്യൻ നാവികസേനയിൽ 40 വർഷത്തെ സുദീർഘ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? INS സിന്ധുരാജ്, INS സിന്ധുരത്ന, INS സിന്ധുഘോഷ്, INS വേല എന്നുള്ളതാണ്. ഏതായിരിക്കും? INS സിന്ധുഘോഷാണ് ആണല്ലോ. എന്താണത്? INS സിന്ധുഘോഷാണ് അല്ലെ. INS സിന്ധുഘോഷാണ്. അതേപോലെ തന്നെ അടുത്തിടെയാണ് INS മാഹിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. INS മാഹിയൊക്കെ അടുത്തിടെ ചെയ്ത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന കപ്പലുകളാണ്. ഓക്കെ, അപ്പൊ INS സിന്ധുഘോഷാണ് ഇപ്പോൾ സബ്മറൈൻ എന്ന് പറഞ്ഞത്. ഡീസൽ എഞ്ചിൻ സബ്മറൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഡീസൽ എഞ്ചിൻ സബ്മറൈൻ ആയിരുന്നു. റഷ്യൻ മെയ്ഡ് സബ്മറൈൻ ആണ് അല്ലെ. ഒരു റഷ്യൻ മെയ്ഡ് ആയിട്ടുള്ള സബ്മറൈനും കൂടിയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സിന്ധുഘോഷ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഇന്ത്യൻ നാവികസേനയിലെ 40 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏതാണത്? INS സിന്ധുഘോഷാണ് അല്ലെ. ഏതാണത്? INS സിന്ധുഘോഷാണ് ആണല്ലോ. തെറ്റാണല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? വരുമാനദായ തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിത തൊഴിലിടം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 2026 ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന ജെൻഡർ ക്യാമ്പയിൻ ഏതാണ് എന്നുള്ളതാണ് അല്ലെ. എന്താണ്? വരുമാനദായകമായ തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുന്നതിനും സുരക്ഷിത തൊഴിലിടം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 2026 ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന ജെൻഡർ ക്യാമ്പയിൻ ഏതാണ് എന്നുള്ളതാണ് അല്ലെ. സ്നേഹിത, കാവല്, ഉയരെ, ജാഗ്രത എന്നുള്ളതാണ് അല്ലെ. സ്നേഹിത, കാവല്, ഉയരെ, ജാഗ്രത. ഏതായിരിക്കും? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയരെ എന്നുള്ളതാണ് അല്ലെ. എന്താണത്? ഉയരെ എന്നുള്ളതാണ് അല്ലെ. ഉയരെ എന്നുള്ളതാണ് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഉയരെ എന്നുള്ള 2 സ്കീമുകൾ പ്രധാനമായിട്ടും വരും. ഒന്നെന്ന് പറഞ്ഞ് ഈ പറയുന്ന അതിജീവിതകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റിന് നൽകിയിട്ടുണ്ടായിരുന്ന പേര് ഉയരെ എന്നായിരുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിൽ തൊഴിലുറപ്പ് ഈ പറയുന്ന കുടുംബശ്രീയോട് ബന്ധപ്പെട്ടിട്ട് അല്ലെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഈ പറയുന്ന സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന ജെൻഡർ ക്യാമ്പയിനും കൂടിയാണ് ഈ പറയുന്ന ഉയരെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. രണ്ടും നോട്ട് ചെയ്ത് വെക്കണം. ഉയരെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്കീമാണ്. ഓക്കെ, തെറ്റല്ലേ? അടുത്ത് നോക്കിയാലോ. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രൊസസ്സർ ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രൊസസ്സർ ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രൊസസ്സർ ഏതാണെന്നുള്ളതാണ്. തേജസ്, ധ്രുവ, ഭദ്ര, ശക്തി അല്ലെ. തേജസ്, ധ്രുവ, ഭദ്ര, ശക്തി. ഏതായിരിക്കാം? നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പറയുന്ന
രണ്ട് പേരുകൾ അല്ലേ, രണ്ട് പേരുകൾ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ഉള്ളവർക്ക് അറിയാം അല്ലേ, ഏതാണ്? ഒന്ന് ധ്രുവ് 64 എന്നുള്ളതാണ് അല്ലേ, ധ്രുവ് 64 എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ പോസിബിൾ ആയ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം 32 ബിറ്റ് ആണ്. വിക്രം 32 ബിറ്റ് ആണ്. വിക്രം 32 ബിറ്റ് ISRO ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആണ് അല്ലേ, ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായ ചിപ്പാണ് ഈ പറയുന്ന വിക്രം 32 ബിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ധ്രുവ് 64 എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. എവിടെ നിർമ്മിച്ചതാണ്? നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് നിർമ്മിച്ചതാണ് അല്ലേ. തിരുവനന്തപുരം നിർമ്മിച്ചിട്ടുള്ള 64 ബിറ്റ് ജിഗാ ഹെഡ്സിലുള്ള ഒരു ചിപ്പാണ്, അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറാണ് അല്ല, മൈക്രോ പ്രൊസസ്സറാണ് ഈ പറയുന്ന ധ്രുവ് 64 ബിറ്റ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പായിട്ട് തേജസ് 32 എന്നൊക്കെ പറഞ്ഞ് ഒരു ചിപ്പ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ CDAC ആണ് എന്ത് ചെയ്യുന്നത്, അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, CDAC എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. അല്ലെ, സെന്റർ ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അല്ലേ. അപ്പം CDAC ആണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായി തദ്ദേശീയമായി നിർമ്മിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത് ധ്രുവ് 64 ആണ്. ഓക്കെ, അതിന് മുമ്പ് ISRO ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വിക്രം 32 ബിറ്റ് ആണ്. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്ത് തിരിഞ്ഞു പോകരുത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കിയാലോ, എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ. എന്താണ്? എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഓസ്ട്രേലിയ ആണോ, അതോ ന്യൂസിലൻഡ് ആണോ, സിംഗപ്പൂർ ആണോ, കാനഡയാണോ എന്നുള്ളതാണ് അല്ലേ. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതായിരിക്കാം? അത് ഏതാണത്? ന്യൂസിലൻഡ് ആണ് അല്ലേ. എന്താണത്? ന്യൂസിലൻഡ് ആണ് ആണല്ലോ. ന്യൂസിലൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മോദിയുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കരാറിൽ ഒപ്പുവെച്ചത് ആണല്ലോ. അതുകൂടാതെ തന്നെ ഈ അടുത്തിടെ ഒമാനിൽ ഈ പറയുന്ന ഒമാന്, ജോർദാന് അല്ലേ, പറയുന്ന എത്യോപ്യ എന്നീ പറയുന്ന എന്താണ് രാജ്യങ്ങളിൽ ഈ പറയുന്ന മോദി പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒമാനിൽ വെച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം എന്താണ് 75% കൂടുതൽ ഈ പറയുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവോടുകൂടി തന്നെ അവിടെയും ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം എന്ത് ചെയ്യുന്നു, അവിടെയും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിന് കൂടെ തന്നെ ഈ പറയുന്ന ഓർഡർ ഓഫ് ഒമാനൊക്കെ എന്താണ്, ഓർഡർ ഓഫ് ഒമാൻ അല്ലേ, ഓർഡർ ഓഫ് ഒമാനൊക്കെ ഓർഡർ ഓഫ് ഒമാൻ അല്ലേ, ഓർഡർ ഓഫ് ഒമാനും നിഷാൻ ഓഫ് എത്യോപ്യൊക്കെ ആ ഒരു വഴിക്കാണ് എന്ത് ചെയ്യുന്നത്, പുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇതാണ് നിഷാൻ ഓഫ് എത്യോപ്യ അല്ലേ. നിഷാൻ ഓഫ് എത്യോപ്യൊക്കെ ആ പോയ വഴിക്കാണ് എന്ത് ചെയ്യുന്നത്, നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആണല്ലോ. അങ്ങനെ മൊത്തത്തിൽ 29ഓളം മെഡൽ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ യാത്രയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ന്യൂസിലൻഡ് ആണ് അല്ലെ. എന്നാണത്? ന്യൂസിലൻഡ് ആണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അടുത്തിടെ ഈ പറയുന്ന മോദി സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന 3 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ജോർദാന്, അതേപോലെ തന്നെ എത്യോപ്യ, ഒമാൻ എന്നീ പറയുന്ന രാജ്യങ്ങൾ. അതായത് ഒമാനിൽ ഒരു വ്യാപാര കരാർ എന്ത് ചെയ്തു, ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന 75% കൂടുതൽ പറയുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പറയുന്ന നികുതി ഇളവ് നൽകുന്ന ഒരു പരിപാടി എന്ത് ചെയ്യുന്നു, അവിടെയും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അവാർഡുകൾ പ്രധാനമായിട്ട് ആ രാജ്യങ്ങളിൽ വെച്ച് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഓർത്തിരിക്കണം. ഒന്ന് ഈ പറഞ്ഞ ഓർഡർ ഓഫ് ഒമാൻ, അത് ഈ പറയുന്ന ഒരു സിവിലിയൻ അവാർഡാണ്, അത് മോദിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നിഷാൻ ഓഫ് എത്യോപ്യ എന്ന് പറഞ്ഞ അവാർഡ് എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന മോദിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതെല്ലാം കൂടെ കൂട്ടി മൊത്തത്തിൽ 29 രാജ്യങ്ങളുടെ ബഹുമതികളാണ് എന്ത് ചെയ്യുന്നത്, നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്രത്തോളം രാജ്യങ്ങളിൽ നിന്ന് ബഹുമതി ലഭിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ബഹുമതി ലഭിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റല്ലേ അല്ലേ. പറയാം, അത്രയും രാജ്യങ്ങളിൽ നിന്ന് ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടിയാണ്. ഓക്കെ, ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടിയാണ് നരേന്ദ്രമോദി. ഓക്കെ,
അടുത്ത് നോക്കിയാലോ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രി ഏതാണ് എന്നുള്ളതാണ് അല്ലേ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രി ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണോ, എറണാകുളം ജനറൽ മെഡിക്കൽ ആശുപത്രിയാണോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണോ, തൃശ്ശൂർ ജനറൽ ആശുപത്രി ആണോ എന്നുള്ളതാണ്. ഏതായിരിക്കാം? നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഏതാണത്? എറണാകുളം ജനറൽ ആശുപത്രിയാണ് അല്ലേ. ഏതാണത്? എറണാകുളം ജനറൽ ആശുപത്രിയാണ് ആണല്ലോ. അപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രി ഏതാണത്? എറണാകുളം ജനറൽ ആശുപത്രിയാണ് അല്ലേ. എന്താണത്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഏകദേശം 1967 ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് അല്ലേ. ആദ്യത്തെ അല്ലേ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. ആണല്ലോ. അത് എവിടെയായിരുന്നു? കേപ്പ് ടൗണിലായിരുന്നു അല്ലേ. കേപ്പ് ടൗണിലാണ് എന്ത് നടക്കുന്നത്. അന്ന് ഈ പറയുന്ന ക്രിസ്ത്യൻ ബെർണാഡ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഡോക്ടറാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ക്രിസ്ത്യൻ ബെർണാഡ് എന്നറിയപ്പെടുന്ന ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സർജറി കേപ്പ് ടൗണിൽ എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് അല്ലേ. ഇതാണത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഇനി ഒരിക്കലും മാർക്കരുത്. ഓക്കെ, അടുത്ത് നോക്കിയാലോ. അപ്പം മുമ്പായിട്ട് തന്നെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ, CPOടെ നമ്മുടെ SI, അതേപോലെ ഫയർഫോഴ്സ്, സിവിൽ എക്സൈസ് ഓഫീസർ അല്ലേ, അങ്ങനെ ഒരുപാട് പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. CPOക്ക് വേണ്ടി പഠിക്കുന്നവരായിക്കോട്ടെ, സിവിൽ എക്സൈസ് ഓഫീസറിന് പഠിക്കുന്നവരായിക്കോട്ടെ, പറയുന്ന ഫയർ റെസ്ക്യൂ സർവീസിന് പഠിക്കുന്നവരായിക്കോട്ടെ, SIക്ക് വേണ്ടി പഠിക്കുന്നവരായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AZB അക്കാഡമിയിൽ സല്യൂട്ട് എന്ന് പറഞ്ഞ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ നൽകുന്നുണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, ഡെയിലി കറണ്ട് അഫയർ സെഷൻ നൽകുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് നൽകുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് നൽകുന്നുണ്ട്. അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതുപോലെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായി ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ പോലത്തുള്ള അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്ക് പറയുന്ന രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന സല്യൂട്ട് എന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ നമ്മുടെ സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ആപ്പ് AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ക്ലാസ്സുകളോ അല്ലെങ്കിൽ പറയുന്ന ആപ്പുകളായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയം ഉണ്ടായാലും താഴെക്കാണ് നമ്മൾ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇവിടെ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ പോകുന്നതിൻ്റെയൊക്കെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു വാട്സാപ്പിൻ്റെ ഒരു ലിങ്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എന്ത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോകുന്ന ക്ലാസ്സുകളുടെയൊക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ പറയുന്ന നോട്ടുകൾക്ക് എന്ത് അവിടെ ലഭ്യമാകുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഉദ്ധരിച്ച ചോദ്യങ്ങളിലേക്ക് വരാം. തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ ഏത് സംസ്ഥാനത്തെ സർക്കാർ തൊഴിൽ പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവാദങ്ങൾക്കിടെ ഏത് സംസ്ഥാനത്തെ സർക്കാർ തൊഴിൽ പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതാണ്? കേരളമാണോ, തമിഴ്നാടാണോ, പശ്ചിമ ബംഗാളാണോ, ഒഡീഷയാണോ എന്നുള്ളതാണ് അല്ലേ. ഏതാണത്? പശ്ചിമ ബംഗാളാണ് അല്ലേ. ഏതാണത്? പശ്ചിമ ബംഗാളാണ് അല്ലേ. പറയുന്ന എന്താണ് പറഞ്ഞ വികസിത ഗ്രാമീൺ പറയുന്ന റോസ്ഗാർ യോജന എന്ന് പറയുന്ന എന്ത് ചെയ്തു, പുതിയൊരു രീതിയിൽ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിട്ടുണ്ട്. അതിൽ വികസിത് ഭാരത് പറയുന്ന റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ട് എന്ത് പുതിയ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഇവരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന പേരെന്ന് പറഞ്ഞാൽ പൂജ്യബാപ്പു അല്ലെ, പൂജ്യബാപ്പു ഈ പറയുന്ന ഗ്രാമീണ റോസ്ഗാർ യോജന എന്നായിരുന്നു. എന്നാൽ ഈ പറയുന്ന തർക്കത്തെ തുടർന്ന് ഇതിന്റെ പേര് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന വികസിത് ഭാരത് ഈ പറയുന്ന എന്താണ് ഗ്രാമീണ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അടുത്തിടെ അവർക്ക് ഈ പറഞ്ഞ പൈസ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ ഒന്നും പശ്ചിമ ബംഗാളിന് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കായിട്ടാണ് ഈ പറയുന്ന പശ്ചിമ ബംഗാൾ സ്വന്തമായിട്ട് ഈ പറയുന്ന ഒരു പദ്ധതി ഒരു എന്താണ് കർഷകർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പദ്ധതി എന്ത് ചെയ്തവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് എന്ത് ചെയ്യുന്നത് ഇനി മുതൽ മഹാത്മാഗാന്ധിയുടെ പേര് എന്ത് ചെയ്യുന്നത് ആക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവാദങ്ങൾക്കിടെ ഏത് സംസ്ഥാനത്തെ സർക്കാർ തൊഴിൽ പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് പശ്ചിമ ബംഗാളാണ്.
അടുത്ത നോക്കിയേ, ഓപ്പറേഷൻ ഹോക്കേയുടെ ഭാഗമായി സിറിയയിലെ ISIS താവളങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് അല്ലേ. ഓപ്പറേഷൻ ഹോക്കൈയുടെ ഭാഗമായി സിറിയയിലെ ISIS താവളങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, ഓപ്പറേഷൻ ഹോക്കൈയുടെ ഭാഗമായി സിറിയയിലെ ISIS താവളങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലേ. ഏതാണത്? അവിടെ നൽകിയിട്ടുണ്ടല്ലേ, ഏതാണത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജോർദാനുമാണ് അല്ലേ. എന്താണത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജോർദാനുമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജോർദാനുമാണ്. അതേപോലെ തന്നെ ഈ അടുത്തിടെ തന്നെയാണ് US മറ്റൊരു ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്തിട്ടുണ്ടായത്. എന്താണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ അല്ലേ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്തായിരുന്നു? പറയുന്ന ഇറാനിലെ ഈ പറയുന്ന ആണവ നിലയങ്ങൾക്കെതിരായിട്ടാണ് അല്ലേ. ആണവ നിലയങ്ങളിലേക്കല്ല, മറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ഈ പറഞ്ഞ US നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഓപ്പറേഷൻ ഹോക്കൈയുടെ ഭാഗമായിട്ട് സിറിയയിലെ ISIS താവളങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജോർദാനുമാണ്. ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജോർദാനുമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയാലോ. 2025 ഡിസംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു എന്നുള്ളതാണ് അല്ലേ. 2025 പറയുന്ന ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു എന്നുള്ളതാണ്. എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 100, 121, 138, 142. ഏതാവാം? 142 കേട്ടോ. എത്രയാണ് ഇത്? 142 അല്ലെ. തൊട്ട് മുമ്പ് 126 ആയിരുന്നു സ്ഥാനം എന്ന് പറയുന്നത്. 126 ഡ്രോപ്പ് ആയിട്ടാണ് ഇപ്പോൾ 142 എന്ത് ചെയ്യുന്നത്, ഇന്ത്യ കൂപ്പ് കുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം 2025 ഡിസംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 142 ഇന്ത്യ ഓർത്തിരിക്കുക. ഓക്കെ, ആദ്യത്തെ ഒരു കളി മാത്രമേ എന്ത് ചെയ്ത് വിജയിച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള കളിയിലൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ തോറ്റതുകൊണ്ടാണ് ഈ പറയുന്നത് 142 സ്ഥാനത്തേക്ക് എന്ത് ചെയ്ത് നമ്മൾ വീണിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 2025 ഡിസംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 142. ആദ്യ സ്ഥാനങ്ങളിലായിട്ട് ഈ പറയുന്നത് നമുക്ക് ആദ്യ 10 പറയുന്ന ഫ്രാൻസും അല്ലെ, അർജന്റീനയും സ്പെയിനും അല്ലെ, സ്പെയിന്, ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട് അല്ലെ തുടങ്ങിയ രാജ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലെ. പോർച്ചുഗൽ എന്നീ പറയുന്ന രാജ്യങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ആണല്ലോ. അടുത്ത് നോക്കിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി എവിടെയാണ് നിലവിൽ വരുന്നത്? മഹാരാഷ്ട്രയിലാണ് അല്ലേ. മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതിനുവേണ്ടി സഹായിക്കുന്ന കമ്പനികൾ ഒന്ന് ഗൂഗിളാണ്, മറ്റൊന്ന് മഹീന്ദ്ര എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊക്കെ സഹകരിച്ചാണ് ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ AI യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, നിലവിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. എവിടെയാണത്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത് നോക്കിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്ന് പഠിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റിയോ എവിടെയാണ്? വിക്രംഘട്ട്, ഗോരഖ്പൂർ, ഭദ്രാവതി, ഡെറാഡൂൺ അല്ലെ. എവിടെയാണ്? രണ്ടെണ്ണത്തിന് നൽകിയിട്ടുണ്ടല്ലേ. ഏതാണത്? ഗോരഖ്പൂർ ആണ്. ഗോരഖ്പൂർ എന്ന് പറഞ്ഞാൽ എവിടെ ആയിട്ട് വരും? അത് ഉത്തർപ്രദേശാണ് കേട്ടോ. എവിടെയാണത്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഗോരഖ്പൂർ ആണ്, ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്ര, ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. രണ്ടും പഠിച്ചേ. അടുത്ത് നോക്കാം. 125 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ സൂര്യന്റെ കാന്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകിയ ഇന്ത്യയിലെ പ്രശസ്ത സോളാർ ഒബ്സർവേറ്ററി ഏതാണ് എന്നുള്ളതാണ് അല്ലേ. ഇതാണ് 125 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ സൂര്യന്റെ കാന്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ആക്ടിവിറ്റികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ സോളാർ ഒബ്സർവേറ്ററി ഏതാണെന്നുള്ളതാണ്. ഉദയ്പൂർ സോളാർ ഒബ്സർവേറ്ററി ആണോ, കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ആണോ, ആര്യഭട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, ഗൗരി വിദ്യാനൂർ റേഡിയോ ഒബ്സർവേറ്ററി ആണോ എന്നുള്ളതാണ്. ഏതായിരിക്കാം? നമ്മളന്ന് പറഞ്ഞു. ഏതായിരിക്കാം? കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ആണ്. എന്താണ്? കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ആണല്ലോ അല്ലേ. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ആണ്. 125 വർഷത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പഴക്കമുണ്ട്. 125 വർഷത്തിലെ അധികം എന്ത് ചെയ്യുന്നത്, ഇത് പറഞ്ഞ വാന നിരീക്ഷണം നടത്തുന്നുണ്ട്. 1899 കൊടൈക്കനാലാണ് എന്ത് ചെയ്യുന്നത് അല്ലെ. പറയുന്ന സ്മിത്തിന്റെ സമയത്താണ്. സ്മിത്താണ് എന്ത് ചെയ്യുന്നത്, പറയുന്ന എന്ത് കൊണ്ടുവരുന്നത്, ഈ പറയുന്ന കൊടൈക്കനാൽ ഈ പറയുന്ന സോളാർ മാഗ്നറ്റിക് ഈ പറയുന്ന ആക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്
ഒരു ഒബ്സർവേറ്ററി കൊണ്ടുവരുന്നത്. അപ്പോൾ 125 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ സൂര്യന്റെ കാന്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകി ഇന്ത്യയിലെ പ്രശസ്തമായ സോളർ ഒബ്സർവേറ്ററി അത് കൊടൈക്കനാൽ സോളർ ഒബ്സർവേറ്ററിയാണ്. ഓക്കെ, അടുത്ത് നോക്കിയാലോ, ഒരു കലണ്ടർ വർഷം 11 ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയിട്ട് എന്ന റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ ദക്ഷിണ കൊറിയൻ താരം ആരാണ് എന്നുള്ളതാണ് അല്ലേ. ഇതാണത് പറയുന്ന ഒരു കലണ്ടർ വർഷം 11 ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം എന്ന റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ ദക്ഷിണ കൊറിയൻ താരം ആരാണെന്നുള്ളതാണ്. വാങ്ഷിയായും ആൻസെയോങ്, കെൻറ്റോ മൊമോട്ടായ എന്നാണ് ആദ്യത്തെ എന്താണ് അകാനെ യമാഗുച്ചി അല്ലേ. ആരായിരിക്കാം? ആരാണ്? കൊറിയക്കാരിയായിട്ടുണ്ടായിരുന്ന ആൻസെയോങ് ആണ് അല്ലേ. ആരാണത്? ആൻസെയോങ് ആണ്. ഓക്കെ, അതിന് മുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്ന ആർക്കാണ് ഈ പറയുന്ന കെൻറ്റോ മൊമോട്ടയ്ക്കാണ് ഈ റെക്കോർഡ് ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറയുന്ന ബാഡ്മിന്റണിൽ ഗോൾഡ് നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ആൻസെയോങ് എന്ന് പറയുന്നത് ആണല്ലോ അല്ലേ. ആരാണത്? ആൻസെയോങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആരാണത്? ഓക്കെ, ആൻസെയോങ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ പറയുന്ന ഒരു കലണ്ടർ വർഷത്തിൽ 11 ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം എന്ന റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ ദക്ഷിണ കൊറിയൻ താരം ആൻസെയോങ് ആയിരുന്നു. അതിനു മുമ്പ് ഈ പറയുന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന കെൻറ്റോ മൊമോ എന്നാണ് ഈ പറഞ്ഞ മൊമോട്ടയായിരുന്നു. അവരെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന ആൻസെയോങ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ 4 ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കുന്നതിനായി കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അല്ലെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് അല്ലെ. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ 4 എന്താണ് ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കുന്നതിനായി കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് അല്ലെ. ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ, ജസ്റ്റിസ് വി ഗോപാലഗൗഡ, ജസ്റ്റിസ് സിരിരഞ്ജൻ, അടുത്തത് ജസ്റ്റിസ് ഹേമ അല്ലെ. ഈ ഹേമ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതാണത് ജസ്റ്റിസ് വി ഗോപാലഗൗഡയാണ് കേട്ടോ. ഇതാണത് ജസ്റ്റിസ് വി ഗോപാലഗൗഡയാണ്, ഓർത്തിരിക്കുക, ജസ്റ്റിസ് വി ഗോപാലഗൗഡ. അപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ 4 ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ടായിരുന്ന അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി ഗോപാലഗൗഡയാണ് അല്ലെ. ജസ്റ്റിസ് വി ഗോപാലഗൗഡയാണ്. അടുത്ത് നോക്കിയേ, അടുത്ത എന്താണ്? കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൗചാലയം കണ്ടെത്തുന്നതിനായി സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താണെന്നുള്ളതാണ് അല്ലേ. കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ളതുമായ സുരക്ഷിതമായ ശൗചാലയം കണ്ടെത്തുന്നതിനായി സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താണെന്നുള്ളതാണ്. ശുചിത്വം, സേഫ് കേരള, ക്ലൂവ്, ഇ ടോയ്ലറ്റ്. ഏതായിരിക്കാം? ക്ലൂ ആണ് അല്ലേ. ഇതാണത് ക്ലൂ ആണ്. കാരണം കേരള ലൂ എന്ന് പറയുന്ന വാക്കിനെയാണ് എന്ത് ചെയ്യുന്ന മാതിരി ക്ലൂ ആക്കി മാറ്റിയത് അല്ലേ. ആണ് ക്ലൂ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ക്ലൂ ആക്കി മാറ്റി. ലൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ടോയ്ലറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ പറയുന്ന ക്ലൂ എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൗചാലയം കണ്ടെത്തുന്നതിനായി സർക്കാർ പുറത്തെ ആപ്പിന്റെ പേര് ക്ലൂ എന്നുള്ളതാണ്. എന്താണ് ക്ലൂ? അതായത് കേരള ലൂ, അതായത് ലൂ എന്ന വാക്കിനർത്ഥം ടോയ്ലറ്റ് എന്നുള്ളതാണ്. അതായത് കേരള ലൂ എന്ന് പറയുന്ന ആ ഒരു നല്ല ആപ്റ്റായിട്ടുള്ള പേരാണെന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ളതുമായ സുരക്ഷിതവുമായ ശൗചാലയം കണ്ടെത്തുന്നതിനായിട്ടുള്ള സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ക്ലൂ ആണ്. അടുത്ത് നോക്കിയാലോ, വീൽചെയറിൽ ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് അല്ലെ. വീൽചെയറിൽ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലെ. സ്റ്റീഫൻ ഹോക്കിങ്, മിക്കേല ബെന്തോസ്, ജോൺ ഗ്ലെന്ന്, റോബർട്ട് ലൂയിസ് എന്നുള്ളതാണ് അല്ലെ. ആരായിരിക്കാം? ഈ പറയുന്ന മിക്കേല ബെന്തോസ് ആണ് അല്ലേ. ആരാണത്? മിക്കേല ബെന്തോസ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, മിക്കേല ബെന്തോസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കിയാലോ, 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ് അല്ലെ. 2025 ഡിസംബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതാണ് ആരായിരിക്കാം? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ സി വി രാമൻ, ഡോക്ടർ സലീം അലി, ഡോക്ടർ പുഷ്പാങ്കദൻ. ആരായിരിക്കാം? ഡോക്ടർ പി പുഷ്പാങ്കദനാണ് അല്ലെ. ഡോക്ടർ പി പുഷ്പാങ്കദനാണ് എന്ത് ചെയ്യുന്ന ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ ആരോഗ്യ പച്ചയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്ന വിവരങ്ങൾ നൽകി അല്ലേ. ആരോഗ്യ പച്ചയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് അല്ലേ. അത് കൂടാതെ തന്നെ ഈ പറയുന്ന എന്താണ് ഇക്വിറ്റബിൾ ഫൈനാൻസ് ഷെയറിംഗ് അറിയപ്പെടുന്ന ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇക്വിറ്റബിൾ ഫൈനാൻസ് ഷെയറിംഗ് അറിയപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന എന്താണ് ഡോക്ടർ പി പുഷ്പാങ്കദൻ എന്ന് പറയുന്നത്. യുവന്റെ ഈ പറയുന്ന ഇക്വിറ്റോറിയൽ ഇനിഷ്യേറ്റീവ് അവാർഡ് 2002 ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ഡോക്ടർ പി പുഷ്പാങ്കദൻ എന്ന് പറയുന്നത്. ഈ ആരോഗ്യ പച്ച കണ്ടെത്തുന്നതിലുള്ള അല്ലെ പറയുന്ന ട്രൈക്കോപ്പസ് സൈലാൻസിയസ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ പറഞ്ഞ ആരോഗ്യ പച്ച എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈക്കോപ്പസ് സൈലാൻസിയസ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ആദിവാസികളിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് അതിനെ ലോകത്തിന് അവതരിപ്പിച്ച്, അതുകൂടാതെ അതിനകത്ത് ഈ പറയുന്ന എന്താണ് ആര്യവൈദ്യശാലകൾക്ക് ഈ പറയുന്ന രീതിയിൽ കൊടുത്ത് മരുന്ന് നൽകാനുള്ള അവകാശം അവർക്ക് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗം, ഒരു എമൗണ്ട് അല്ലേ,
ആ എമൗണ്ട് ഈ പറഞ്ഞ ആദിവാസികളുടെ അവരുടെ ക്ഷേമത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞ ഇക്വിറ്റബിൾ ഫൈനാൻസ് ഷെയറിംഗ് പരിപാടി കൊണ്ടുവന്നതിനാണ് ഈ പറഞ്ഞ UN അദ്ദേഹത്തിന് അന്ന് UN ഈ പറഞ്ഞ ഇക്വിറ്റോറിയൽ ഈ പറയുന്ന ഇനിഷ്യേറ്റീവ് അവാർഡൊക്കെ എന്ത് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. വലിയ വലിയ ഫേമസ് വ്യക്തിയാണ് ഡോക്ടർ പി പുഷ്പാങ്കദൻ എന്ന് പറയുന്നത്. അല്ലെ, കൊല്ലം സ്വദേശിയാണ്. അപ്പോൾ 2025 ഡിസംബറിൽ പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ, അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരാണത്? ഡോക്ടർ പി പുഷ്പാങ്കദനാണ്. ഓക്കെ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിച്ച വ്യക്തിയും കൂടിയാണ്. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യമാണ്, ഇതിന്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത് അല്ലേ. ലോക്മത് പാർലമെന്ററി അവാർഡ് മികച്ച പാർലമെന്ററിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലേ. ലോക്മത് പാർലമെന്ററി അവാർഡിൽ മികച്ച പാർലമെന്ററിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ജഗദാംബിക പാൽ, സഞ്ജയ് സിംഗ്, ശശി തരൂർ, കപിൽ സിബൽ അല്ലേ. കപിൽ സിബൽ. ഇതിനകത്ത് ആരാണ് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. താഴെ കമന്റായിട്ട് അറിയിക്കുക. കാണുന്നവരെല്ലാവരും തന്നെ എന്താണ് താഴെ കമന്റായിട്ട് അറിയിക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതിയാണ്. അതേപോലെ തന്നെ പറയുന്ന നമ്മുടെ സല്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതായത് നമ്മൾ ആപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടി എന്താണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടും വൈകരുത്, കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ ഇനി പരീക്ഷയൊക്കെ ആവട്ടെ, പരീക്ഷയൊക്കെ ഇനി ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആവട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീണ്ടും കാണാം.